goes big. Sanju Special Samson, 97 not out India into the semi-finals. ഇത് ഒരു ഇന്നിംഗ്സ് മാത്രമല്ല, ഒരു മറുപടിയാണ്. വാക്കുകളിൽ അല്ല, ബാറ്റിലൂടെ നൽകിയ മറുപടി. സഞ്ജു, നിങ്ങളെ തള്ളിപ്പറഞ്ഞവർക്കുള്ള, നിങ്ങളെ സംശയിച്ചവർക്കുള്ള, നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്തവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് ഈ ഇന്നിംഗ്സ്. 196 റൺ. വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ വലിയ വിജയലക്ഷ്യം. സമ്മർദ്ദം നിറഞ്ഞ ചേസ്. സ്റ്റേഡിയം മുഴുവൻ പ്രതീക്ഷയും ആശങ്കയും കലർന്ന അന്തരീക്ഷം. ഇന്ത്യ ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ആ ലക്ഷ്യം വെറും ഒരു നമ്പർ ആയിരുന്നില്ല, അത് ഒരു പരീക്ഷണമായിരുന്നു. ആരൊക്കെയാണ് സമ്മർദ്ദം കൈകാര്യം ചെയ്യുക എന്ന പരീക്ഷണം. ആരംഭത്തിൽ തന്നെ നീ ആക്രമിച്ചു കളിച്ചു, ആത്മവിശ്വാസത്തോടെ. ഫീൽഡിനെ ചീന്തിയ ഷോട്ടുകൾ, ബോളർമാരെ പിന്നോട്ട് നയിച്ച അടികൾ. എന്നാൽ മറുവശത്ത് വിക്കറ്റുകൾ വീഴാൻ തുടങ്ങി. സ്കോർ ബോർഡിൽ സമ്മർദ്ദം കൂടി തുടങ്ങി. ആ നിമിഷം പലരും കരുതിയത് ഇനി പ്രയാസമാകും. പക്ഷേ ഒരു വശത്ത് നീ പാറ പോലെ നിന്നു. ഓരോ ഓവറിലും അവസരം കിട്ടുമ്പോൾ ബൗണ്ടറി, അവസരം ഇല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ്. സ്കോർ ബോർഡ് നിർത്താതെ നീങ്ങി തുടങ്ങി. അത് വെറും ഷോട്ടുകളല്ലായിരുന്നു, അത് കണക്കുകൂട്ടിയ ക്രിക്കറ്റ് ഷോട്ടുകളായിരുന്നു. അത് നിയന്ത്രിതമായ ശ്രമം. ഇടക്കാല ഓവറുകളിൽ നീ ഇന്നിംഗ്സ് പടുത്തുയർത്തി. ഓരോ പന്തും മനോഹരമായി കളിച്ചു. ഓരോ ബോളറെയും മനസ്സിലാക്കി. ക്ലാസ്, പക്വത, സഹനം. അവസാനമെടുത്തപ്പോൾ ആവശ്യമായ റൺ കുറയാൻ തുടങ്ങി. പക്ഷേ സമ്മർദ്ദം കുറഞ്ഞില്ല. കാരണം അവസാനം വരെ നിലനിൽക്കണം, അവസാനം വരെ തീർക്കണം. അപ്പോൾ തന്നെയാണ് ഒരു യഥാർത്ഥ ഫിനിഷറിന്റെ മനോഭാവം കാണാൻ കഴിഞ്ഞു. ശാന്തമായ കണ്ണുകൾ, അകത്തു തീ, പുറത്ത് സമാധാനം. 50 പന്തുകളിൽ 97 റൺ, ഒരു പിഴവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ. ആദ്യ പന്ത് മുതൽ അവസാന പന്ത് വരെ ടീമിനെ കൈപിടിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോയ ഇന്നിംഗ്സ്. സെമി ഫൈനൽ ഉറപ്പാക്കിയ രാജകീയ പ്രകടനം. ഈ ഇന്നിംഗ്സ് വെറും റൺസുകളുടെ കഥയല്ല, ഇത് വർഷങ്ങളായുള്ള നിശബ്ദ പോരാട്ടത്തിന്റെ കഥയാണ്. സഞ്ജു, നിനക്കായി ഓരോ കളിയും ഓരോ അവസരം മാത്രമല്ലായിരുന്നു, ഒരു പരീക്ഷണമായിരുന്നു. ഇനി പരാജയപ്പെട്ടാൽ പുറത്താകും എന്ന സമ്മർദ്ദം. ഒരു തെറ്റ് മതി, അടുത്ത മത്സരം ബെഞ്ച്. നന്നായി കളിച്ചപ്പോഴും അവസരം നഷ്ടമായ ദിനങ്ങൾ. ടീമിൽ സ്ഥിരതയില്ലാത്ത സ്ഥാനം. ഒരു ക്യാച്ച് എടുത്താൽ ആവേശകരമായ അഭിനന്ദനം ഇല്ലാത്ത നിമിഷങ്ങൾ. പിന്തുണയില്ലാത്ത ദിനങ്ങൾ. എന്നിട്ടും നീ തളർന്നു ഇല്ല, നീ പിടിച്ചു നിന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ. അകത്ത് എത്രയോ ചോദ്യങ്ങളുണ്ടായിരുന്നെങ്കിലും പുറത്ത് ശാന്തത മാത്രം. അതുതന്നെയാണ് നിന്റെ ശക്തി. ഗ്രൗണ്ടിലെ നിന്റെ ശാന്തത, പന്ത് നേരിടുമ്പോഴുള്ള ആത്മവിശ്വാസം. ആക്രമണം പോലും നിയന്ത്രിതം. പുതിയ തലമുറ കണ്ടുപിടിക്കേണ്ട പാഠമാണിത്. ടാലന്റ് മാത്രം മതി എന്നില്ല, മാനസിക ശക്തി അതിലേറെ പ്രധാനമാണ്. പരാജയങ്ങൾ ഒരാളെ തകർക്കാം, അല്ലെങ്കിൽ തീർക്കാം. നീ തളർന്നില്ല, നീ തകർന്നില്ല, നീ തീർന്നുമില്ല. ഇന്നലെ നീ കളിച്ചത് ഒരു ഇന്നിംഗ്സ് മാത്രമല്ല, ഒരു തിരിച്ചുവരവ് പ്രഖ്യാപനം. ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് എത്തിച്ച അമൂല്യ പ്രകടനം. ആ നിമിഷത്തിൽ നീ ഒരാൾ മാത്രം ജയിച്ചില്ല, ഒരു സംസ്ഥാനത്തിന് അഭിമാനം കൂടി ഉയർത്തി. ഒരു മലയാളി താരത്തിൽ നിന്ന് ഇത്തരം ഒരു പ്രകടനം വരുമ്പോൾ അത് ഓരോ മലയാളിക്കും അഭിമാന നിമിഷമാണ്. കേരളത്തിലെ ചെറിയ മൈതാനങ്ങളിൽ നിന്ന് ലോകത്തിലെ വലിയ സ്റ്റേഡിയങ്ങളിലേക്ക് നിന്റെ ഒരേ ഒരാളുടെ വിജയം മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ വിജയമാണിത്, നമ്മുടെ ഇന്ത്യയുടെ വിജയമാണിത്. ആ യാത്രയിൽ ഇന്നലെ നീ ഒരു സ്വർണ്ണ അധ്യായം കുറിച്ചു. വിമർശനങ്ങൾ വരും, അഭിപ്രായങ്ങൾ മാറും, പക്ഷേ നിന്റെ ബാറ്റ് സംസാരിക്കട്ടെ. നിന്റെ കഥ ഇതോടെ അവസാനിക്കുന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. ഇനിയും മികച്ച പ്രകടനങ്ങൾ വരും, ഇനിയും മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ വരും, ഇനിയും രാജകീയ ഫിനിഷുകൾ വരും. ഞങ്ങൾ നിനക്കൊപ്പമുണ്ട്.
ഓരോ മലയാളിയും നിനക്കൊപ്പം ഉണ്ട്. ഓരോ യഥാർത്ഥ ക്രിക്കറ്റ് ആരാധകനും നിനക്കൊപ്പം ഉണ്ട്. സഞ്ജു, നിന്റെ അടുത്ത മനോഹര പ്രകടനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് സഞ്ജു. നിന്റെ പോരാട്ടം തുടരുക.